സതീശന് തെറ്റി. സതീശൻ അത് പ്രസന്റ് ചെയ്ത രീതി ശരിയല്ല, അതിന്റെ ഡാറ്റയും ശരിയല്ല. സതീശനെ പോലെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വിഷയങ്ങൾ നന്നായി പഠിച്ച് അവതരിപ്പിക്കുന്ന ആളാണ് സതീശൻ എന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള പൊതുധാരണ. അതിനൊരു വീഴ്ച ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം അശ്രദ്ധ കൊണ്ടാണോ അതോ അതുകൊണ്ട്? കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഇത് പരസ്യമായി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങനെ ബോധ്യമില്ല എങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സതീശനല്ല ആരും പറയാൻ സാധ്യതയില്ല. പി രാജീവ് അല്ലല്ലോ സതീശൻ. കഴിഞ്ഞ തവണ 1 ലക്ഷം വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ ആളാണ് രാജീവ്. 1 ലക്ഷം പോയിട്ട് 1000 പോലും കണ്ടില്ല നാട്ടിൽ. അത് നമ്മൾ കണ്ടതാണ്, തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോ മന്ത്രിമാരിങ്ങനെ പ്രഖ്യാപനം നടത്തും, ഞങ്ങൾ ഇത്ര നിക്ഷേപം കൊണ്ടുവരും. എത്ര പ്രഖ്യാപനങ്ങൾ രാജീവും പിണറായി വിജയനും അതുപോലെ എളമരം കരീം അതുപോലെയുള്ള ആളുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒന്നും വന്നിട്ടില്ല, ഒരു പ്രഖ്യാപനം വന്നില്ല. വന്ന സ്മാർട്ട് സിറ്റി വലിയ ആഘോഷത്തോടെ കൊണ്ടുവന്ന് സ്മാർട്ട് സിറ്റി അടച്ചു പൂട്ടിക്കും. അതൊന്നും ഞാൻ കുറ്റം പറയല്ല. പക്ഷെ സതീശൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും തുടക്കത്തിൽ. എന്തുകൊണ്ടാണ് സതീശൻ അങ്ങനെ പറഞ്ഞത്? പിന്നെ അതിന് വിശദീകരണങ്ങൾ പലതും വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് വ്യവസായ മന്ത്രി പി കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം വിശദീകരണം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ പെട്ട ആസ്റ്റർ എന്ന് പറയുന്ന കമ്പനിയുമായി ആസ്ട്രക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നുവെന്നും അവർ ഇവിടെ ഒരു നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കൊച്ചിൻ പോർട്ടിന്റെ കീഴിലുള്ള സ്ഥലത്ത് ഒരു ഷിപ്പ്യാർഡ് നിർമ്മിക്കാൻ, ഷിപ്പ്യാർഡ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, വലിയ ബോട്ട് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്, നിർമ്മിക്കാൻ അവർ പദ്ധതി ഇടുന്നുവെന്നും അവർക്ക് അതിനു വേണ്ട സ്ഥലം കൊടുക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറായിരുന്നു. അവിടെ മലബാർ സിമെന്റിന്റെ സ്ഥലം ഉണ്ടായിരുന്നു. മലബാർ സിമെന്റിന് ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പോർട്ടില്. മുമ്പ് സിമെന്റ് ഒക്കെ കയറ്റുമതി ചെയ്തിരുന്ന ഒരു കാലത്തൊക്കെയാണ് അത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതൊന്നുമില്ല. ആ സ്ഥലം ഇവർക്ക് കൊടുക്കാമെന്നും മലബാർ സിമെന്റ് ഈ ഭൂമി ഇക്വിറ്റിയായി കണക്കാക്കിക്കൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു വ്യവസായം വരാമെന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള സത്യാവസ്ഥ. അപ്പൊ 10,000 കോടി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ടാറ്റയുടെ നിക്ഷേപം മാത്രമായിരുന്നില്ല സതീശൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മിഷൻ സമുദ്ര എന്ന് പറയുന്ന പദ്ധതിയിൽ ഒരു ഘടകമാണിത്. ഇത് LDF-ന്റെ കാലത്ത് തീരുമാനിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരു പദ്ധതി ആസ്ട്രക്കിന്റെ എന്നുള്ളതും സത്യമാണ്. അപ്പോ തീർച്ചയായിട്ടും LDF-ന്റെ കാലത്ത് പദ്ധതി തുടരുന്നു. അതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഞങ്ങൾ തുടരുന്നത് വേണ്ടാന്ന് വെച്ചില്ല, ഞങ്ങൾ അതിന് കുറെ കൂടി ക്ലാരിറ്റി വരുത്തി. എവിടെയാണ് അവർക്ക് സ്ഥലം കൊടുക്കേണ്ടത് തീരുമാനിച്ചു, എങ്ങനെയാണ് അതിന്റെ SPV ഉണ്ടാക്കേണ്ടത് തീരുമാനിച്ചു. ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. സോ ഫാർ സോ ഗുഡ്. പക്ഷേ സതീശൻ ഈ 10,000 കോടി എന്ന് പറഞ്ഞത് ഇപ്പോഴും മിഷൻ സമുദ്രയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത് എന്നാണ് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യവസായ മന്ത്രിയും വിശദീകരിക്കുന്നത്. ഇന്നിപ്പോ അതിന്റെ പടമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോ ഇവിടെ പ്രതിപക്ഷം അടിക്കും. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശരിയല്ലാത്തൊരു വാചകം വന്നാൽ പ്രതിപക്ഷത്തിന്റെ ജോലി അതാണല്ലോ. അത് കണ്ടെത്തി പറയലാണല്ലോ പ്രതിപക്ഷത്തിന്റെ ജോലി. അതിന് യാതൊരു കുഴപ്പമില്ല. അത് നല്ല കാര്യവുമാണ്. അവരടിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ സതീശന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇനിയും വളരെ ശ്രദ്ധയോടെ അല്ലാതെ ഒരു കാര്യം പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പ്രതിപക്ഷം അങ്ങനെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ കഴിഞ്ഞ ഭരണപക്ഷം പോലെയല്ല. കഴിഞ്ഞ ഭരണപക്ഷം എന്ത് തെറ്റ് ചെയ്താലും അവർക്കെതിരെ പറഞ്ഞാൽ പ്രതിപക്ഷം പറഞ്ഞാൽ അവർ മുഖവിലേക്ക് എടുത്തിരുന്നില്ല, അവർ പരിഗണിച്ചിരുന്നേയില്ല പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷം അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല. അങ്ങനെ ആവരുത്. ജനാധിപത്യത്തിൽ എണ്ണം കൊണ്ട് മാത്രമല്ല, പ്രതിപക്ഷം ജനാധിപത്യത്തിൽ വളരെ നിർണായകമായൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഗവൺമെന്റിനെ വിശകലനം ചെയ്യണം, വിലയിരുത്തണം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രതിപക്ഷം അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ട്. ഈ കാര്യത്തിൽ കറക്റ്റാണ്. മറ്റു കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷം പരാജയപ്പെടുകയായിരുന്നു. ഇപ്പൊ PM ശ്രീ ആയാലും MSc ആയാലും ഒക്കെ പ്രതിപക്ഷം ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം അവരുടെ തന്നെ ചെയ്തികളാണ്. ഇവിടെയും അവർ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്, ഒരു സംശയവും വേണ്ട. ആ പദ്ധതി മുമ്പോട്ട് പോകട്ടെ. ഇനി മിഷൻ സമുദ്രയെ സംബന്ധിച്ച് നിരവധി ആശങ്കകൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ആ പദ്ധതി എങ്ങനെ നടപ്പാക്കും? കേരളത്തിൽ പുതിയ പോർട്ടുകൾ വരുമെന്നും അങ്ങനെ കേരളത്തിലെ റോഡ് ഗതാഗതത്തിന് പകരം ജലഗതാഗതം കൂടുതൽ പ്രാവർത്തികമാക്കുമെന്നും ഇപ്പോൾ കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ നമുക്ക് പോർട്ടുകളുണ്ട്, പഴയ പോർട്ടുകളുണ്ട്. അത് നമുക്ക് പുനരുദ്ധരിച്ച് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അതിനൊക്കെ ആശങ്കകളുണ്ട്. കാരണം കേരളത്തിന്റെ തെക്ക് വടക്ക് ഇങ്ങനെ യാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പടിഞ്ഞാട്ട് പോകുന്ന മത്സ്യബന്ധന ബോട്ടുകളുടെ സ്ഥിതി എന്തായിരിക്കും? അവർക്ക് എങ്ങനെയായിരിക്കും സമയം കൊടുക്കുക? തീർച്ചയായിട്ടും അതിന് ചില ടൈമിങ്ങും ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. രണ്ടാമത് മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ട് ഒരു മിനറൽ കോറിഡോർ വരുന്നുണ്ട്. അത് വളരെ അപകടം പിടിച്ച ഒരു സാധനമാണ്. അതിനെപ്പറ്റി വലിയ ആശങ്ക തീരദേശത്തെ മനുഷ്യർക്കുണ്ട്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഉള്ള സങ്കീർണതകൾ അത് എത്രത്തോളം അത് കൂടുതലാക്കും, കുഴപ്പത്തിലാക്കും എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. അത് ആരാണ് നടത്തണമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഏതായാലും മിഷൻ സമുദ്രയുടെ 10,000 കോടിയിൽ എന്തൊക്കെ പെടുമെന്നോ, അതിൽ 300 കോടി വരുമെന്നുള്ളത് ശരി, ബാക്കി എന്തൊക്കെ പെടുമെന്നോ അറിയില്ല.
അത് ക്ലാരിറ്റി വരുത്താതെ ഈ 10,000 കോടിയുടെ കണക്കിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വിലയുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അത് വരട്ടെ. അത് വരുമ്പോൾ അതിനെതിരെ ആവശ്യമായ വിമർശനങ്ങൾ പ്രതിപക്ഷവും സാമൂഹ്യ സംഘടനകളും ഒക്കെ ഉയർത്തും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് സതീശൻ സർക്കാർ വിമർശനത്തിന് അതീതരാണ് എന്ന് പറയാൻ പറ്റില്ല. വിമർശനം കേൾക്കണം, വിമർശനം തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, തിരുത്തി മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് അതിൽ ഉള്ള ഒരു കാഴ്ചപ്പാട്.